ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവസന്നിധിയിൽ വളരെ ശക്തമായ വലിയ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈശോ നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദിവസമാണിന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വായിക്കാനും ധ്യാനിക്കുവാനും അതിശക്തമായ ഒരു ദൈവവചനം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ഈ വചനം എഴുതിയെടുത്ത് പഠിക്കണം. കാരണം ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട, പ്രായോഗികമായി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഈ പറയുന്ന കാര്യം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അടുത്ത വചനം ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹ കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ്: നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഒത്തിരി ആകുലപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. പല കാര്യങ്ങളും നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുവാണ്. 2025, 2026, അയ്യോ എൻ്റെ ദൈവമേ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഞെരിപിരി കൊണ്ടുകൊണ്ടിരിക്കുവാണ്. പൗലോസ് ശ്ലീഹ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം പറയുന്നത് എന്താണെന്നറിയാവോ? ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ. എന്തൊക്കെ ചെയ്യണം? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ. കൃതജ്ഞത, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അതായത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മിലൊരു കാര്യം സംഭവിക്കും. ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നിനും ഉത്തരമല്ല, മറിച്ച് എന്ത് ചെയ്യണം? നിന്നെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളെ ഒരു സ്തുതിപ്പായി, കൃതജ്ഞതയായി, നന്ദിയായി ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ വചനം നമുക്ക് നൽകുന്ന ഉറപ്പെന്താണെന്നറിയാവോ? എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന, അതായത് നമുക്കൊരു ധാരണയുണ്ട്, ഒരു കാര്യം ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ കാര്യം ഇങ്ങനെ ആയിരിക്കും. എന്നാൽ ഈ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലർക്കും വലിയൊരു ഭാരം ഉള്ളവരാണ്. സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അച്ഛാ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ഈ സമയം ഇത് പ്രായോഗികമാക്കാൻ 4 കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ നമ്മൾ പ്രായോഗിക തലത്തിൽ സ്വീകരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഇംഗ്ലീഷിലുള്ളൊരു വാക്കാണ് ഡിലീറ്റ്. എന്താണ് ഡിലീറ്റ്? ഈ വാക്കൊക്കെ ഇപ്പം എല്ലാവർക്കും തന്നെ പരിചയമുണ്ട് അല്ലേ? ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? ഒഴിവാക്കുക. എന്തിനെയാണ് ഒഴിവാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപവും പാപ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. നമ്മൾ പലരെയും നമ്മൾ ഒഴിവാക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നമ്മൾ ചിലരെ ഒഴിവാക്കും, വീട്ടിൽ തന്നെ ചിലരെ ഒഴിവാക്കും. എന്തിനാവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ പോണേ, ദേ ഞാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെ ചില ഒഴിവാക്കലുകൾ നമുക്കുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ
ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കണം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റിയൊരു വചനം പറയാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 20-ാം തിരുവചനം. ഇത് പറയുന്നത് സൗഹൃദങ്ങളെ കുറിച്ചാണ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്, കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. അപ്പം നമുക്കൊക്കെ ഒത്തിരി കൂട്ടുകെട്ടുകളുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം, എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങണം. അപ്പം ഈ ചിന്തിക്കുമ്പോൾ നമുക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, നിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുന്ന കൂട്ടുകെട്ടുകൾ, നിന്റെ ജീവിതത്തിൽ നിനക്കറിയാൻ ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ഒഴിവാക്കണം. അതിനെ കൊണ്ട് നടക്കാനല്ല, അതിനെ നമ്മൾ ഒഴിവാക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ എന്താ വായിക്കുന്നത്? വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു, ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. കേട്ടോ, ദൈവം ശ്രദ്ധിച്ചേ. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരും. വിവേകികളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂട്ടുകെട്ടിനെ നീ ശ്രദ്ധിക്കണമെന്ന്. നമ്മൾ ഒരു ദിവസത്തിൽ എത്രയോ സമയം പലരോട് ചേർന്ന് നമ്മൾ സമയം ചെലവഴിക്കുന്നു. അപ്പം നമ്മുടെ സൗഹൃദ വലയങ്ങൾ നമുക്ക് അനുഗ്രഹം നൽകുന്നുണ്ടോ? പാപകരമായ കാര്യങ്ങളിലേക്കാണെങ്കിൽ അത് ഒഴിവാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന മദ്യപാനിയായിട്ടുള്ളൊരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ? അയ്യോ അച്ഛാ, ഞാൻ ജോലി ചെയ്യുന്ന ആ ഓഫീസിലെ ഞങ്ങൾക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഒരുമിച്ച് കൂടും. അപ്പോൾ ഞാൻ അവരുടെ കൂടെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കുടിക്കും, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരന് ആഗ്രഹമില്ലേ? എനിക്ക് ഒട്ടും ആഗ്രഹമില്ല, പക്ഷേ അവരുടെ കൂടെ പോകുമ്പോൾ ഞാൻ കുടിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കുടിക്കുന്ന കൂട്ടുകെട്ട് ഒഴിവാക്കിക്കൂടെ? ചേട്ടൻ അറിയാമല്ലോ, പോകുന്നത് കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോയാൽ കുടിക്കും. പക്ഷെ അപ്പം അവരെന്ത് വിചാരിക്കും? എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞു, അവരെന്ത് വിചാരിച്ചാലും ദൈവം എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂട്ടുകാരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി വേണം. അപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യം, അച്ഛാ ഞാൻ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോകുമ്പോഴേ വചനം പറയാണ്, നിന്റെ കൂട്ടുകെട്ട് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരും, ഭോഷനുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കളുടെ ഉള്ളിലുള്ള സങ്കടം എന്താണെന്നറിയാവോ? മക്കളെ കുറിച്ചാണ്. മക്കളുടെ കൂട്ടുകെട്ട്. അപ്പോൾ പ്രാർത്ഥിക്കണം. ബന്ധങ്ങൾ, കൂട്ടുകെട്ട്, അതായത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഹല്ലേലൂയ. നിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന കൂട്ടുകെട്ടാണോ സാഹചര്യങ്ങളാണോ എങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കാര്യം ഡിലീറ്റ് ചെയ്യണം. കേട്ടല്ലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, നെഗറ്റീവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം അക്സെപ്റ്റ് ചെയ്യണം. അംഗീകരിക്കണം. എന്ത് ചെയ്യണം? അംഗീകരിക്കണം. എന്തംഗീകരിക്കണം? നമ്മൾ എന്താണോ അത് നമ്മൾ അംഗീകരിക്കണം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് തന്റെ നിലപാട് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചാലോ? വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം തിരുവചനം. നമുക്കിത് ശ്രദ്ധിക്കാവുന്ന കാര്യം. കാരണം പൗലോസ്ലീഹ അല്ലേ, കത്തോലിക്ക തിരുസഭയുടെ നെടുന്തൂണായിട്ടുള്ള പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെ ദൈവജനത്തിൻ്റെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പൗലോസ്ലീഹ ചില കാര്യങ്ങൾ പറയുകയാണ്. 1 കൊരിന്തോസ് 15-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം തിരുവചനം വായിക്കാം. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. പൗലോസ്ലീഹ പറയുക, ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, അഭിമാനിക്കാൻ മാത്രം പൗലോസ്ലീഹയ്ക്കില്ലേ? ഉണ്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ അഭിമാനിക്കാം. പക്ഷേ പൗലോസ്ലീഹ പറയാണ്, ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. വായിച്ചേ. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. പൗലോസ്ലീഹയ്ക്ക് തന്റെ അവസ്ഥ അറിയാം.
തൻ്റെ ഇന്നലകൾ സംഭവിച്ച കുറവുകൾ അറിയാം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, ഇതാണ് എൻ്റെ അവസ്ഥ, ഞാൻ അയോഗ്യനാണ്, ഞാൻ നിസ്സാരക്കാരനാണ്. എന്നിട്ട് ആ 10-ാം തിരുവചനം വായിച്ചേ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കണം. നീ ആയിരിക്കുന്ന അവസ്ഥ, നിന്റെ വീടിനെ നീ അംഗീകരിക്കണം, നിന്റെ ജീവിത പങ്കാളി അംഗീകരിക്കണം, നിന്റെ മക്കളെ അംഗീകരിക്കണം. അംഗീകരിക്കാത്തിടത്തോളം കാലം എന്ത് സംഭവിക്കും? എന്നും നമ്മുടെ ഉള്ളില് തേങ്ങലുണ്ടാവും, അല്ലേ? അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു അമ്മയും മകളും, അമ്മായിയമ്മയാണ്. അപ്പം മകളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകൻ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന മകളാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നല്ല പൊന്നുപോലെ സ്നേഹിക്കുന്ന അമ്മയും മകളും. അപ്പം അമ്മ എന്നോട് പറയൂ, അച്ഛാ, എൻ്റെ ചെവി പറയൂ, അച്ഛാ മകളെ ഒന്ന് ഉപദേശിക്കണം. കാരണം എന്നാണെന്നറിയോ, എല്ലാ ദിവസവും നേരം വെളുത്ത് കഴിയുമ്പോൾ ഇവൾ പറയുന്ന 1-2 ഡയലോഗുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? അവൾക്ക് ഈ വീട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, ഈ സാഹചര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് പറയുന്നത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അമ്മായിയമ്മ പറയും, അച്ഛാ അവളോട് പറയണം, അവള് ഞങ്ങളുടെ വീട് അംഗീകരിക്കണം. അപ്പം നമ്മുടെ കുടുംബം, വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബ ജീവിത പശ്ചാത്തലത്തെ അംഗീകരിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കണം. മക്കൾക്ക് കുറവുകളുണ്ട്, പക്ഷേ ഈ മക്കളെ നമ്മൾ അംഗീകരിക്കണം. അത് നമ്മുടെ മക്കളാണ്. നമ്മുടെ വീട്ടിൽ ഒത്തിരി കുറവുകളുണ്ട്, വീട്ടിൽ കുറവുകളുള്ള മനുഷ്യരുണ്ട്. അവരെ എല്ലാവരെയും നമ്മൾ അംഗീകരിക്കണം. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ഒന്ന് വായിച്ചാലോ? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം, സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3, 3-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം തിരുവചനം വായിക്കാം. സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അടുത്ത വചനം കൂടെ വായിച്ചോ. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്, സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നിട്ട് പറയുന്നത്, ഞാൻ പഴയ ജീവിത അവസ്ഥയിൽ കുരുങ്ങിക്കിടക്കുവല്ല, മറിച്ച് ഞാൻ യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുകയാണ്, മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ നമ്മളെ നമ്മുടെ സ്വഭാവത്തിൽ പ്രായോഗികമാക്കുവാൻ ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം, എന്താണ് എൻ്റെ അവസ്ഥ, ഞാൻ എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത്? ഇതാ ഈ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ നൽകുന്നത് പഴയ കാര്യങ്ങൾ വിസ്മരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള വലിയ കൃപയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ വാക്ക് പഠിച്ചോണം. 1-ാമത്തെ വാക്ക് ഏതായിരുന്നു? ഡിലീറ്റ്. 2-ാമത്തെ വാക്ക് ഏതായിരുന്നു? അക്സെപ്റ്റ്. 3-ാമത്തെ വാക്ക് ഫോർഗെറ്റ്, മറക്കണം. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് മറക്കേണ്ടത്? നമ്മുടെ ഇന്നലകളിലെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരം, അതിനെ നമ്മൾ മറക്കാൻ പഠിക്കണം. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം 18-ാം തിരുവചനം ഒന്ന് വായിച്ചേ. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് പൗലോസ് യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം വളരെ ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ളൊരു വചനമാണ്. 43-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വായിക്കാം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കണ്ടോ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കേണ്ടെന്ന്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 2025 സംഭവിച്ച കാര്യങ്ങൾ ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. 2026 നിനക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2026 നിനക്ക് ജീവിക്കണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പല സംഭവങ്ങളും, നിനക്കുണ്ടായ സങ്കടങ്ങൾ, ഭാരങ്ങൾ, മുറിവുകൾ ഓരോന്നും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയൊരു തീരുമാനം നമുക്കുണ്ടാവണം. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർത്തുകൊണ്ടിരിക്കരുത്. നമ്മുടെ മെയിൻ പരിപാടി തന്നെ ഇതാണ്. എന്താണ്? ഓർത്തുകൊണ്ടേയിരിക്കും, അല്ലേ? ഓർത്തോണ്ടിരിക്കും. എന്നാലും എനിക്കിങ്ങനെ പറ്റിയല്ലോ, എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെ, എന്നാലും, അല്ലേ? ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് എല്ലാം ശരിയാക്കി വരുമ്പോഴത്തേക്ക് ആ വ്യക്തി പറയും, അല്ല അച്ഛാ എന്നാലും, അതാണ് അതിൻ്റെ, അല്ലെ, എന്നാലും, അതായത് ഉള്ളിൽ ഇങ്ങനെ കിടക്കുവന്ന്, എന്നാലും എനിക്ക് അങ്ങനെ ഉണ്ടായല്ലോ, എന്നാലും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും ഇങ്ങനെയാണല്ലോ. ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്നെ പുറകോട്ട് വലിക്കും, നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ തടസ്സമായിട്ട് മാറുമെന്ന്. മുമ്പോട്ട് ജീവിക്കണ്ടേ? 2026 നിനക്ക് ജീവിക്കണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ, മറക്കേണ്ടത് മറക്കാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ കാര്യം എന്താണെന്നറിയാവോ? റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട്, വീണ്ടും ആരംഭിക്കണം. ഈ നാളുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1ാമത്തെ കാര്യം എന്താണ്? ഡിലീറ്റ് ചെയ്യണം. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം. അത് കൂട്ടുകെട്ടുണ്ട്, സാഹചര്യങ്ങളുണ്ട്, ജീവിത പശ്ചാത്തലങ്ങളുണ്ട്, പലതും. നിന്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന കാര്യങ്ങളെ നീ ഒഴിവാക്കണം. 2ാമത്തെ കാര്യം എന്തായിരുന്നു? അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം. യെസ്, ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ കുറവുകൾ ഇതാണ്. പൗലോസ്ലീഹായാണ് ഇതിന് മാതൃക. പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള വലിയൊരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അക്സെപ്റ്റ് ചെയ്യണം. 3ാമത്തെ കാര്യം ഫൊർഗെറ്റ്. ഇന്നലകളിൽ നിന്ന് നീ പുറത്തോട്ട് വരണം. അതാ യേശയ്യാ പ്രവാചകൻ പഠിപ്പിച്ചത്. ഇന്നലകൾ സംഭവിച്ച കാര്യങ്ങളിൽ നീ കുരുങ്ങിക്കിടക്കരുത്. 4ാമത്തെ കാര്യം റീസ്റ്റാർട്ട് ചെയ്യണം. വീണ്ടും നീ ആരംഭിക്കണം. ഈ 2026 നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കാൻ എന്ത് ചെയ്യണം? നീ റീസ്റ്റാർട്ട് ചെയ്യണം. ഹല്ലേലൂയ. യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 19-ാം തിരുവചനം, 18-ാം തിരുവചനം നമ്മൾ വായിച്ചു നിർത്തി. 19-ാം തിരുവചനം ഒന്ന് വായിച്ച്. ചാപ്റ്റർ 43 വേഴ്സ് 19. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. സംതിങ് ന്യൂ. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. ഒരു പുതിയ കാര്യം. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും സർവശക്തനായ ദൈവം പറയുവാണ്, ഇതാ നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഹല്ലേലൂയ. പഴയതിൽ കുടുങ്ങിക്കിടക്കണ്ട, നിനക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ച. ഒരു കുഞ്ഞു വചനമാണ്, ശ്രദ്ധിച്ച് വായിച്ചോളൂ. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? കണ്ടോ? ഒരു വിത്ത് പൊട്ടി മുളച്ചു വരുന്നത് പോലെ അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ നെൽപ്പാടത്ത് നെൽക്കതിരുകൾ, അല്ലേ, പാകമായിട്ട് ഫലം ചൂടി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. 100 മേനി ഫലം ചൂടി നെൽക്കതിരുകൾ നിൽക്കുമ്പോൾ ഓർത്തോണം, അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. നാളുകളായി ഒരു കർഷകന്റെ അധ്വാനത്തിന്റെ ഭാഗമാണ്. നിലം കിളച്ച് അവിടെ വിത്ത് പാകി സാവധാനം മൊട്ടിട്ട് വളർന്നു. അങ്ങനെ വളരും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ഇതാ അത് നിന്റെ ഉള്ളിൽ അതിങ്ങനെ വളരുന്നത് നീ അറിയുന്നില്ലേ? ഒരു പുതിയ കാര്യം, സംതിങ് ന്യൂ, നിനക്ക് വേണ്ടി ദൈവം തുറക്കും. എന്നിട്ട് അടുത്ത വചനങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ വിജനദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന സ്ഥലം.
എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. വിജനദേശത്ത് ഞാൻ നിനക്ക് വേണ്ടി എന്തുണ്ടാക്കും? ഒരു പാത, നിനക്ക് നടക്കാൻ ഒരു വഴി. അതായത് ഇങ്ങനെ അസ്വസ്ഥമായിട്ട് ഭാരപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ, അങ്ങനെ നിൽക്കുന്നവരുണ്ടെന്ന് ഉണ്ട്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല, എങ്ങോട്ട് പോകണമെന്നറിഞ്ഞുകൂടാ. നമ്മൾ പറയത്തില്ല, നാൽക്കവരയിലൊക്കെ നിൽക്കുന്നുവെന്ന് പറഞ്ഞതുപോലെ ഏത് വഴിക്ക് പോകണമെന്നൊരു പിടുത്തമില്ല, എന്താ ചെയ്യേണ്ടെന്നറിഞ്ഞുകൂടാ. ഇങ്ങനെ നിൽക്കുന്ന, വിജനദേശത്ത് നിൽക്കുന്ന നിനക്ക് വേണ്ടി നടന്നു പോകാൻ കൃത്യമായി ഒരു വഴി, നിനക്ക് നടക്കാൻ ഒരു വഴി ദൈവം നിനക്ക് തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും വിശ്വസിക്കണം, യെസ്, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറക്കും. എന്നിട്ട് അടുത്ത ഒരു കുഞ്ഞു വചനം കൂടെ ഉണ്ടെന്ന് വായിച്ചേ. മരുഭൂമിയിൽ നദികൾ ഉണ്ടാക്കും. മരുഭൂമിയിൽ നദി ഇമ്പോസിബിൾ ആണ്, പക്ഷേ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ദൈവം നദികൾ ഉണ്ടാക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ നിനക്ക് വേണ്ടി ദൈവം അത് പ്രവർത്തിക്കും. അത് വിശ്വസിക്കണം. സോ ലെറ്റ് us റീസ്റ്റാർട്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വീണ്ടും ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായമുള്ളവരൊക്കെ ചിന്തിക്കും, ഇത് എന്ത് വീണ്ടും ആരംഭിക്കാനാണ്, എല്ലാം നഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയല്ല. നിന്റെ ആരോഗ്യം ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കും, ഒരുപക്ഷെ ജീവിതത്തിൽ നിനക്ക് പ്രായമെത്തി എന്നൊരു ചിന്തയുണ്ടാവും. വചനം പഠിപ്പിക്കുന്നു, നിന്റെ ആത്മീയ മേഖലയിൽ നീ വീണ്ടും ഒരു റീസ്റ്റാർട്ടിനുള്ള സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം തിരുവചനം നമുക്കൊന്ന് വായിച്ചാലോ? സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം തിരുവചനം, 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കണ്ടോ? ദേ ശ്രദ്ധിച്ചേ, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ ആയിരിക്കുക. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈ വലിയൊരു അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ്. നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടണമെങ്കിൽ നീ എടുക്കേണ്ട ഒരു നിലപാടാണ്, ഞാൻ ക്രിസ്തുവിലായിരിക്കണം. ഒരു പുതിയ ജീവിത വഴികൾ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുന്നു. അതാ വചനം പഠിപ്പിച്ചത്. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കപ്പെടണം, എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിക്കപ്പെടണം. ഓരോ വ്യക്തിയും ഇത് ആഗ്രഹിക്കുന്നതനുസരിച്ച് ഈ വചനം നമ്മിൽ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു വചനം കൂടെ പഠിച്ചാലോ? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പീൻസ് അതിൻ്റെ 1-ാം അധ്യായം 6-ാം തിരുവചനം, 1:6. ഒരു കാര്യം പൗലോസ്ലീഹ പറയുകയാണ്. എന്താ പറയുന്നത്? വായിച്ചേ. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, വചനം പറയാണ്, നിങ്ങളിൽ ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളിൽ ആരംഭിച്ചവൻ, നിങ്ങളിൽ ഒരു സൽപ്രവൃത്തി ആരംഭിച്ചവൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചിന്ത പെട്ടിരിക്കുന്നു, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, വീട് പണി തുടങ്ങിയിട്ട് ഒന്നും ആകുന്നില്ല. അത് ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കുന്നു. നിന്റെ മക്കളെ വിദേശത്തെത്തിച്ചു അല്ല? ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കളുടെ വലിയൊരു സങ്കടമാണ്, മകൻ വിദേശത്തെത്തി, അച്ഛാ അവിടെ ഒന്നും ആയില്ല, ആകപ്പാടെ ഭാരം, വലിയ ഭാരത്തിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം പച്ച പിടിക്കുന്നില്ല, PR കിട്ടുന്നില്ല, സർട്ടിഫിക്കറ്റ് ശരിയാവുന്നില്ല, യൂണിവേഴ്സിറ്റിയിലെ പഠനം ശരിയാവുന്നില്ല, പാർട്ട് ടൈം ജോലി ശരിയാവുന്നില്ല, കൂട്ടുകെട്ട് ശരിയാവുന്നില്ല, താമസം ശരിയാവുന്നില്ല. എന്തു ചെയ്യും? വചനം പറയുന്നത് എന്തെന്നറിയോ? ഈ പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരു കാര്യം ആരംഭിച്ചത് ദൈവമാണോ എങ്കിൽ നീ വിശ്വസിച്ചോണം, അത് ദൈവം പൂർത്തിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിവിടെ ഇരിക്കുന്ന അനേകർക്ക് കർത്താവ് ഈ ദിവസങ്ങൾ ധ്യാനിക്കാൻ നൽകിയിരിക്കുന്ന ഒരു വചനമാണ്. ഏതെങ്കിലും വിഷയത്തിൽ സ്റ്റക്കായിട്ടിരിക്കുന്നവൻ, ഇപ്പൊ ഉദാഹരണത്തിന് സ്ഥലം വാങ്ങുന്നതിനോട് ബന്ധപ്പെട്ട് പൈസ കൊടുത്തു, ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്തു ചെയ്യും? കയ്യിലിരിക്കുന്ന പൈസയും പോയി, സ്ഥലം കിട്ടിയിട്ടുമില്ല, ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥ. നീ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഏതാ വചനം? വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതായത് ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോണം. ആരംഭിച്ച ദൈവം അത് പൂർത്തിയാക്കും. ഈ നാളുകളിൽ അത് സംഭവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നാളുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നീ ഒഴിവാക്കണം. കമ്പ്യൂട്ടറിൽ കീപാഡിൽ ഡിലീറ്റ് എന്ന ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് എറേസ് ചെയ്യപ്പെടും, മൊത്തം അങ്ങോട്ട് പോകും. മൊബൈലിൽ തന്നെ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ബന്ധങ്ങൾ, ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ, ഒഴിവാക്കേണ്ട ജീവിത പാഠങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എന്താണോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ കുറവുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, അത് അംഗീകരിക്കണം. ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ അവസ്ഥ, ഇത് ഞാൻ അംഗീകരിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഫോർഗെറ്റ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ തലയിൽ ഓർത്തോണ്ടിരിക്കണ്ട. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു പോകും. നിന്നോട് മറ്റുള്ളവർ പെരുമാറിയത്, നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായ അനുഭവങ്ങൾ, എനിക്കിങ്ങനെ ഉണ്ടായല്ലോ എന്ന് ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു പോകും. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് പുറത്തു വരണം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. യേശയ്യാ 43:18 പഠിപ്പിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? നാലാമത്തെ കാര്യം റീസ്റ്റാർട്ട് യുവർ ലൈഫ്. റീസ്റ്റാർട്ട്, വീണ്ടും നമുക്ക് ആരംഭിക്കണം. ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ. ഈ സമയം കണ്ണുകളടച്ച് ഈ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടണ്ടേ? മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കൂ. നിന്റെ ജീവിതം ഏതവസ്ഥയിലാണെങ്കിലും ഇത് മുന്നോട്ട് നയിക്കപ്പെടണം. ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കാനുള്ളതല്ല. ഈ 2026 ജീവിതത്തില് ഒരു പുത്തൻ അഭിഷേകത്തോടുകൂടെ മാറാൻ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ എനിക്കതിനുള്ള കൃപ വേണം. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 51:10 തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട്. ദൈവമേ, ഒരു പുതിയ ഹൃദയം നൽകണമേ. കർത്താവേ, ഒരു പുത്തൻ അഭിഷേകം നൽകണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. പൗലോസ് ശ്ലീഹ നിന്നെ പഠിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട. നീ എന്തു ചെയ്യണം? നിന്റെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളെയും ഒരു കൃതജ്ഞതാ ബലിയായി, നന്ദിയായി അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നിന്റെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും അതിലംഘിക്കുന്ന ദൈവിക ശക്തി ആ വിഷയത്തിൽ പ്രവർത്തിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് ദൈവജനം ഒരുമിച്ച് യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ കർത്താവേ, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒരു പുത്തൻ അഭിഷേകമായിട്ട് ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ഒരു പുത്തൻ കൃപയായിട്ട് മാറപ്പെടട്ടെ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധന.
ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ തടസ്സങ്ങൾ മാറട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ശരീരത്തിലെ രോഗപീഠകൾ കർത്താവ് ഇടപെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ സകല മാനസിക ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൽ കർത്താവ് ഇടപെടട്ടെ. ഒരത്ഭുതം, ഒരടയാളം കർത്താവ് ചൊരിയണമേ. കൈയടിച്ച് മഴയ എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. ആമേൻ. യേശുവേ. ആമേൻ. തീയ എന്നിൽ കത്തണമേ കാറ്റ എന്നിൽ വീശണമേ മഴയായി. മഴയ എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. ആഗ്രഹിക്കാം. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. ആമേൻ. തീയ എന്നിൽ കത്തണമേ കാറ്റ എന്നിൽ വീശണമേ മഴയ എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. മഴയായി. രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച്, രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിന്റെ വലിയൊരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. നിന്റെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ആലോചനകളെയും ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. നിന്നെ ഭാരപ്പെടുത്തുന്ന ഓരോ വിഷയത്തിലും ദൈവത്തിന്റെ ആത്മാവ് ഉത്തരം നൽകട്ടെ. നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും ദൈവത്തിന്റെ ആത്മാവ് അറുത്തു മുറിച്ച് നിനക്കൊരു സ്വാതന്ത്ര്യം നൽകട്ടെ. നിന്നെ ഭാരപ്പെടുത്തുന്ന ഓർമ്മകളിൽ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. നിന്റെ ജീവിതത്തിലെ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഓർത്തോർത്തോണ്ടിരിക്കുന്ന നിന്റെ സ്വഭാവ രീതികളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. നിന്റെ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നിന്റെ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. നീ വിഷമിക്കേണ്ട. നിന്റെ കൂടെ കർത്താവുണ്ട്. ജീവിതത്തെ പുനരുദ്ധരിക്കണം, വിശുദ്ധീകരിക്കണം, ആഗ്രഹിക്കണം. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിച്ച ഈ വിഷയങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. കർത്താവേ, ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവ്, ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവ്, ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ.